ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പാൽവായ്ക്ക റെസിപ്പി ആയാലോ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഈ റംസാനിലൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ സെയിം ഇതേമാതിരി ഒന്ന് നെയ്യ് ഒരു പാത്രം വെച്ചതിൻ്റെ ശേഷം ചട്ടി വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഇതേമാതിരി ഒന്ന് വറുത്ത് കോരുക കേട്ടോ. അങ്ങനെ നല്ലവണ്ണം അതാ വറവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. വെച്ചതിൻ്റെ ശേഷം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ പാൽ ഒഴിച്ച് കൊടുക്കട്ടോ. പാല് നല്ല തിളച്ച് വരാനാണ് സമയത്ത് നമ്മൾ വറുത്ത് കോരിയ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചുവരി വെന്തതായതുകൊണ്ട് ഈ സേമിയ നല്ല വെന്തതിന് ശേഷം ചുവരിട്ട് കൊടുത്താൽ മതി കേട്ടോ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുവരെ നിങ്ങൾ ആരും ട്രൈ ചെയ്യാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുവരി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ ചുവരൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് വേവാൻ നിൽക്കേണ്ട, കാരണം ചുവര് വെന്തതാണല്ലോ. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്തതിന് പഴം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 പഴമാണ് കേട്ടോ എടുത്തത്. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. തിളച്ചതിന് ശേഷം നല്ല കുറുകി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും ഇതേമാതിരി തന്നെ ഇളക്കി കൊണ്ടേയിരിക്കുക. ഒന്ന് കുറുകി വരുന്ന വരെ ഒന്ന് ഇളക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. പഴന്ന് കൂടുതൽ വെന്ത് കൊയ്യും ചെയ്യരുത്. എന്നൊരു പാകത്തിന് വേവാകുമ്പോൾ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്ത് വീണ്ടും പഞ്ചസാര, ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എടുക്കുക. പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം കൂടുതൽ തിളക്കരുത് കേട്ടോ. കുറഞ്ഞൊരു തിള വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാത്രം ചട്ടി വെച്ചിട്ട് തവ വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കാഷ്നട്ട് ഇടുക, മുന്തിരി ഇടുക, ഏലക്കായ ഇട്ടതിൻ്റെ ശേഷം വറുത്ത് കോരിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാൽവായ്ക്കയിലേക്ക് ഒഴിക്കുക കേട്ടോ. നമ്മുടെ സേമി പാൽവായ്ക്ക ഇവിടെ റെഡി. ഇതുപോലെ ഒരു പാൽവായ്ക്ക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം കേട്ടോ.